ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ പറയാൻ പോകുന്ന കമ്പനി കോഡ് BERCO BF എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ എന്ന് പറയുമ്പോൾ ശനിയാഴ്ച APയുടെ എക്സാം നടക്കുകയാണ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറിൻ്റെ എക്സാം നടക്കുകയാണ്. അപ്പോൾ അത് ഉള്ളവർ ക്ലാസ് കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PYQ, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറുടെ മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ടൊന്നും കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇല്ല, അപ്പോൾ നമുക്ക് ഇന്ന് റിവിഷൻ ക്ലാസ് ആണ്. ഓക്കെ, എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടന്നാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ശരിയായ പ്രസ്താവനകൾ. കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പ്രസ്താവന ശരിയാണോ? ഉറപ്പായിട്ടും ശരിയാണ് അല്ലേ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5.5 മണിക്കൂർ മുന്നിലാണ് എന്നുള്ള പ്രസ്താവന ശരിയാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ശരിയാണോ അത്? ഈ പ്രസ്താവന ശരിയാണോ? ശരിയല്ല, തെറ്റാണ് അല്ലേ? നമുക്ക് റിലേറ്റഡ് ഫാക്ട്സ് പറയുമ്പോൾ അതിന്റെ ആൻസർ പറയാം കേട്ടോ. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണെന്ന് പറയുന്നു. ശരിയാണോ? അതും തെറ്റിപ്പോയി. സത്ലജ് സിന്ധു നദിയിലെ പോഷക നദിയാണെന്ന് പറയുന്നു. അത് ശരിയാണ്. അപ്പൊ നിങ്ങൾ ചോദ്യത്തിലേക്ക് വന്നിടാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് അല്ലേ? അപ്പൊ നമുക്കറിയാം അലഹബാദിനടുത്തുള്ള മിർസാപൂരിലൂടെയാണ് നമ്മുടെ കിഴക്ക് രേഖാംശ രേഖയിലെ പ്രാദേശിക സമയം അല്ലെ? അതാണ് നമ്മുടെ ഇന്ത്യയിൽ ആകമാനം കണക്കാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയം ചോദിക്കാറുള്ളതാണ് അല്ലെ? 5.5 മണിക്കൂർ മുന്നിലാണ്. ഇപ്പൊ പ്രസ്താവന രീതി ചോദിച്ചേക്കാണ്. അപ്പൊ പ്രസ്താവന ശരിയാണ്. നോക്കിക്കേ, തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഒരിക്കലും അല്ല. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഭൗമ താപോർജ്ജ നിലയമല്ല, പിന്നെ ഏത് നിലയമാണ്? ആണവ നിലയമാണ് അല്ലെ? കൂടംകുളത്തുള്ളത് ആണവ നിലയമാണ് അല്ലെ? അപ്പൊ ഈ കൂടംകുളത്ത് ആണവ നിലയത്തിന് സഹകരിച്ച രാജ്യം ഏതാണ്? തമിഴ്നാട്ടിലെ കൂടംകുളത്തിലെ ആണവ നിലയത്തിന് സഹകരിച്ച രാജ്യം ഏതാണ്? അത് റഷ്യയാണ്. അത് ഓർത്ത് വെച്ചേക്കാം, റഷ്യയാണ് കേട്ടോ. ഇനി ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. ആണോ? ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണോ? ഒരിക്കലും അല്ല. ഏതാണ് ഗുജറാത്തിന്റെ തലസ്ഥാനം? ഗാന്ധിനഗറാണ്. ഓക്കെ, ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഗാന്ധിനഗറാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ 3 അതായത് 2ഉം 3ഉം പ്രസ്താവനകൾ തെറ്റാണ് അല്ലെ? ബിയും സി ഇവിടെ തെറ്റിപ്പോയി. എയും ഡിയും ആണ് ശരിയായിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകളാണ് എയും ഡിയും ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ശരിയാണ് അല്ലെ? തീർച്ചയായിട്ടും സിന്ധു നദിയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് എന്ന് പറയുന്നത് സത്ലജ്. സിന്ധുവിന്റെ പോഷക നദിയായ സത്ലജ് ആണ്, അല്ലെങ്കിൽ സത്ലജ് ആണ് സിന്ധുവിന്റെ പോഷക നദികളിലെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് സത്ലജ്. ഓക്കെ, അപ്പൊ അത് ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതായല്ലോ. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസ് എനിക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ നോക്കി വായിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞാൽ ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ ആണെങ്കിൽ ഗുജറാത്ത് രൂപം കൊണ്ട് എന്നാണ് പറയാവോ? എന്നാണ് ഗുജറാത്ത് രൂപം കൊണ്ടത്? 1960 മെയ് 1-നാണ് കേട്ടോ. 1960 മെയ് 1-നാണ്. അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഒന്നാമത്തെ പ്രസ്താവന, സ്ഥിതി സമത്വം മതേതരത്വം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. ശരിയാണോ? 42ാം ഭേദഗതി ശരിയാണോ? സ്ഥിതി സമത്വം മതേതരത്വം എന്ന പദങ്ങൾ കൂട്ടിച്ചേർത്തു. അത് ശരിയാണ് കേട്ടോ. രണ്ടാമത്തെ പ്രസ്താവന, സമത്വം സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. ഒരിക്കലും അല്ല, തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന, അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. ശരിയാണ് അല്ലെ? അപ്പൊ 42ാം ഭേദഗതി 1976. അപ്പൊ നമുക്ക് ഇതിന് ഡീറ്റെയിൽസിലേക്ക് വരാം. നമുക്കറിയാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന അല്ലെ? ചെറു ഭരണഘടന എന്നൊക്കെ അറിയപ്പെടുന്നതാണ് 42ാം ഭേദഗതി 1976 എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് 42ാം ഭേദഗതി വഴി വന്നതെന്ന് അറിയാമോ? അതായത് നമ്മുടെ ആമുഖത്തില് 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെ വാക്കുകളാണ്? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. പഠിക്കണേ, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഈ 3
വാക്കുകൾ കൂട്ടിച്ചേർത്തു. ആമുഖത്തിൽ 3 പദങ്ങൾ കൂട്ടിച്ചേർത്തു 42ാം ഭേദഗതി വഴി. സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആമുഖം ഭേദഗതി ചെയ്തതും 42ാം ഭേദഗതി വഴിയാണ്. ആമുഖം ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതി വഴിയാണ്. അതുപോലെ തന്നെ 10 മൗലിക കടമകൾ അല്ലെ, 10 മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നതും 42ാം ഭേദഗതി വഴിയാണ്. ഓക്കെ. അതുപോലെ തന്നെ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തിയതും ഈ 42ാം ഭേദഗതി വഴിയാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? 42ാം ഭേദഗതി ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. വർഷം 1976 ആണ്. ആമുഖത്തിൽ അഖണ്ഡത, പിന്നെന്തുവാ, സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നത് 42ാം ഭേദഗതി വഴിയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറയാനുള്ളത് എന്താണ്? നമ്മുടെ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കുന്നത് 42ാം ഭേദഗതി വഴിയാണ്. പിന്നെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അതായത് നമ്മുടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നുണ്ട് അല്ലെ. സംസ്ഥാന ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നത് 42ാം ഭേദഗതി വഴിയാണ്. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ എല്ലാവർക്കും? പിന്നെ വേറെ ചോദിക്കുന്നതാണ്, 42ാം ഭേദഗതിയുടെ സമയത്ത് പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ആരാണ്? രാഷ്ട്രപതി ആരാണ്? ഫഖ്റുദ്ദീൻ അലി മുഹമ്മദുമാണ്. ഫഖ്റുദ്ദീൻ അലി മുഹമ്മദുമാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ അല്ലേ? അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, 1ാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? 1ാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണെന്ന് അറിയാമോ? ആ ഉടമ്പടിയുടെ പേരാണ് നാങ്കിങ് ഉടമ്പടി. ഓക്കെ. അപ്പോ 1ാം കറുപ്പ് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? നാങ്കിങ് ഉടമ്പടിയാണ്. എന്താണ് കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്? ചൈനയും നമ്മുടെ ബ്രിട്ടനും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് കറുപ്പ് യുദ്ധം അല്ലെ. അതായത് ബ്രിട്ടീഷുകാര് ചൈനയിലേക്ക് എന്ത് ചെയ്തു? നിയമവിരുദ്ധമായിട്ട് കറുപ്പ് ഇറക്കുമതി ചോദ്യം ചെയ്തതിനെ തുടർന്നിട്ട് 2 പേരും തമ്മിൽ, അല്ലെങ്കിൽ 2 രാജ്യങ്ങളും തമ്മിൽ, ബ്രിട്ടനും ചൈനയും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. കറുപ്പ് യുദ്ധം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. 1ാം ഘട്ടം 1839 മുതൽ 1842 വരെയാണ്. 2ാം ഘട്ടം എന്ന് പറയുന്നത് 1856 മുതൽ 1860 വരെയാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ കറുപ്പ് യുദ്ധം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. 1839 മുതൽ 42 വരെയും 2ാം ഘട്ടം 1856 മുതൽ 1860 വരെയുമാണ്. കറുപ്പ് യുദ്ധം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ 1ാം കറുപ്പ് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? അത് നാങ്കിങ് ഉടമ്പടിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ഈ 1ാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനയുടെ ഒരു പ്രദേശമുണ്ട്. 1ാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനയുടെ പ്രദേശമാണ് ഹോങ്കോങ്. ചൈനയുടെ പ്രദേശം ഏതാണ്? ഹോങ്കോങ്. ഈ ഹോങ്കോങ് വീണ്ടും ചൈനയ്ക്ക് തിരിച്ചു കിട്ടുന്നത് 1997 ഓർത്തു വെച്ചേക്കുക. ഓക്കെ. അപ്പോ കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായിട്ട്, 1ാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായിട്ട് എന്താണ്? ചൈനയ്ക്ക് ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശം ഹോങ്കോങ് ആണ്. ചൈനയ്ക്ക് വീണ്ടും ഈ ഹോങ്കോങ് തിരിച്ചു കിട്ടുന്നത് 1997 ഓർത്തു വെച്ചേക്കുക. കിട്ടിയോ നിങ്ങൾക്ക്? ഇത്രയും ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ, നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? നന്ദനാർ എന്നറിയപ്പെടുന്ന ആരാടാ? PC ഗോപാലൻ അല്ലെ. അപ്പൊ നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC ഗോപാലനാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ്? നമ്മുടെ ആനന്ദ്
ആനന്ദ് എന്ന് തുലിതനാമത്തിൽ അറിയപ്പെടുന്ന ആരാ? പി സച്ചിദാനന്ദനാണ്. പി സച്ചിദാനന്ദൻ. ഓക്കെ. ഇനി ചെറുകാട്. ചെറുകാട് ചെറുകാട് ആരാണ്? ചെറുകാട് എന്ന തുലിതനാമത്തിൽ അറിയപ്പെടുന്നത് സി ഗോവിന്ദ പിഷാരടിയാണ്. സി ഗോവിന്ദ പിഷാരടി. ഓക്കെ. ഓംചേരി. ഓംചേരി ആരാ? എൻ നാരായണപിള്ള. ഓംചേരി എൻ നാരായണപിള്ള. ഓക്കെ. പിന്നെ കാക്കനാട്. ജോർജ് വർഗീസ് ആണ് അല്ലെ. കാക്കനാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ജോർജ് വർഗീസ് ആണ്. കോവിലൻ. കോവിലൻ എന്നറിയപ്പെടുന്നത് വി വി അയ്യപ്പനാണ്. കോവിലൻ ആരാണ്? അപ്പൊ ഈ വി വി എന്നുള്ളത് മറക്കരുത്. ചിലപ്പോൾ ഇങ്ങനെ തരും വി വി അയ്യപ്പൻ, വി വി അയ്യപ്പൻ. പി എസ് സിയുടെ കാര്യമല്ലേ, അങ്ങനെയൊക്കെ പല ഇനീഷ്യല് തരും കേട്ടോ. അപ്പോൾ കറക്റ്റ് ഓർത്ത് വെച്ചേക്കണം. വി വി അയ്യപ്പനാണ് കോവിലൻ. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, നന്ദന പി സി ഗോപാലൻ, ആനന്ദ് പി സച്ചിദാനന്ദൻ, ചെറുകാട് സി ഗോവിന്ദ പിഷാരടി, ഓംചേരി എൻ നാരായണപിള്ള, കാക്കനാടൻ ജോർജ് വർഗീസ്, കോവിലൻ വി വി അയ്യപ്പൻ. ഓക്കെ അല്ലടാ? പിന്നെ ഓർമ്മ കൂടെ ഉണ്ട്, ആശാമേനോൻ. ആശാമേനോൻ ആരാണ്? പി ശ്രീകുമാർ ആണ് അല്ലേ. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി ശ്രീകുമാർ. പി അല്ല, സോറി, കെ ശ്രീകുമാർ ആണ് കേട്ടോ. കെ ശ്രീകുമാർ ആണ്. കെ ശ്രീകുമാർ. ഓക്കെ, കിട്ടിയോ ഇത്രയും? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് പറയണം കേട്ടോ. കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത്. കറൻസി നോട്ട് അച്ചടിച്ചിറക്കുക കേന്ദ്ര ബാങ്കിന്റെ ധർമ്മമാണ് അല്ലെ. ബാങ്കുകളുടെ ബാങ്ക്, അതും കേന്ദ്ര ബാങ്കിന്റെ ധർമ്മത്തിൽ വരുന്നതാണ്. നികുതി നിരക്ക് നിശ്ചയിക്കുക ആണോ? അത് ധർമ്മത്തിൽ വരുന്നില്ല കേട്ടോ. ഗവൺമെന്റിന്റെ ബാങ്ക്, അതും ശരിയാണ്. അപ്പോ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. നികുതി നിരക്ക് നിശ്ചയിക്കുക എന്നുള്ളത് കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തതാണ്. ബാക്കി കറൻസി നോട്ട് അച്ചടിച്ചെടുക്കുന്നതും ബാങ്കുകളുടെ ബാങ്ക്, ഗവൺമെന്റിന്റെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കേന്ദ്ര ബാങ്കാണ്. ആരാണ് കേന്ദ്ര ബാങ്ക്? കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന ആരാണ്? അത് എല്ലാവർക്കും അറിയാം, RBI ആണ് അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അറിയാലോ. എന്നാണ് ഇത് രൂപീകൃതമാകുന്നത്? 1935 ഏപ്രിൽ 1-നാണ്. ഓക്കെ, അപ്പോ ആക്ട് വരുന്നത് അറിയാലോ. RBI ആക്ട് വരുന്നത് 1934-ലും നിലവിൽ വരുന്നത് 35 ഏപ്രിൽ 1-നുമാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം മുംബൈ. മുംബൈ ആണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി എന്താ ഇതിന്റെ RBIയുടെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷനാണ് ഹിൽട്ടണിയൻ കമ്മീഷൻ 1926. 1926-ലെ ഹിൽട്ടണിയൻ കമ്മീഷനാണ് RBIയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് RBI എന്ന് മനസ്സിലായി. RBI രൂപം കൊണ്ടത് 1935 ഏപ്രിൽ 1-നാണെന്ന് പറഞ്ഞു. ആസ്ഥാനം മുംബൈയും. ഇതിന്റെ കമ്മീഷൻ ഏതാണ്? വരാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടണിയൻ ആണ് 1926-ലെ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ ഇതിന്റെ ധർമ്മങ്ങളെ കറൻസി നോട്ട് അച്ചടിച്ചിറക്കുക, ബാങ്കുകളുടെ ബാങ്ക്, ഗവൺമെന്റിന്റെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ RBI ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് എന്നാണ്? ദേശസാൽക്കരണം നടന്നത് എന്നാണ്? 1949 ജൂലൈ 1. ചോദിക്കാറുണ്ട്. 1949 ജൂലൈ 1-നാണ് RBI ദേശസാൽക്കരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായത് തിരിച്ചറിയുക. വേമ്പനാട് കായലാണ് കേട്ടോ. വേമ്പനാട് കായലിനെ കുറിച്ച് തെറ്റായതാണ് ചോദ്യം. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, കല്ലടയാറിന്റെ പതനസ്ഥാനമാണ്. ശരിയാണോ അത്? കല്ലടയാറിന്റെ പതനസ്ഥാനമാണോ വേമ്പനാട് കായൽ? ഒരിക്കലും അല്ല, തെറ്റാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. ശരിയാണ് അല്ലെ. നെഹ്റു ട്രോഫി നടക്കുന്നത് വേമ്പനാട് കായലിലാണ്. തണ്ണീർമുക്കം മണ്ണ് നിർമ്മിച്ചിരിക്കുന്നു. അതും ശരിയാണ്. മൺറോത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ, അത് തെറ്റാണ് അല്ലെ. മൺറോത്തുരുത്ത് അവിടെയല്ല, വേമ്പനാട് കായലിലല്ല. പിന്നെ എവിടെയാണ്? അഷ്ടമുടിയിലാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ അപ്പോ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ 1ഉം 4ഉം തെറ്റാണ്. ബാക്കി 2ഉം 3ഉം ആണ് ശരി.
നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ്, തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായലാണ്. ഓക്കെ അല്ലേ? നമുക്കറിയാം വേമ്പനാട് കായൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആകെ എത്ര കായലുകളാണ് ഉള്ളത്? 34 കായലുകളാണ് ഉള്ളത് അല്ലേ? ഈ 34 കായലുകളില് ഏറ്റവും വലിയ കായല് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലുത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് അല്ലെ, നീളം കൂടിയത് എന്ന് ചോദിച്ചാലും ഏത് പറയണം? വേമ്പനാട് കായൽ പറയണം. വേമ്പനാട് കായൽ വ്യാപിച്ചിരിക്കുന്നത് 3 ജില്ലകൾ കൂടിയാണ്. 3 ജില്ലകൾ ആണ് എന്താണ് വേമ്പനാട് കായൽ വ്യാപിച്ചിരിക്കുന്നത്. ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് ആ ജില്ലകള്? ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. പഠിക്കണേ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട് കായൽ വ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു തണ്ണീർമുക്കം ബണ്ട്, അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലാണ്. ഓക്കെ. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു മൺട്രോ തുരുത്ത് അല്ലെ? മൺട്രോ തുരുത്ത് എവിടെയാണ്? അത് അഷ്ടമുടി കായലിലാണ്. കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി കായൽ. കേരളത്തിലെ 2ാമത്തെ വലിയ കായലാണ് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. നീരാളിയുടെ അല്ലെങ്കിൽ പനയോലയുടെ ആകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത് അല്ലെ? നീരാളിയുടെ അല്ലെങ്കിൽ പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് എന്ന് പറയുന്നത് അഷ്ടമുടി കായൽ. ഓക്കെ. അപ്പൊ ഈ അഷ്ടമുടി കായലിലാണ് മൺട്രോ തുരുത്തുള്ളത്. എന്താണ് ഈ മൺട്രോ തുരുത്ത് എന്ന് പറയുന്നതെന്ന് അറിയാവോ? അതായത് ഈ അഷ്ടമുടി കായലും കല്ലടയാറുണ്ടല്ലോ, കല്ലടയാറും കൂടെ യോജിക്കുന്ന സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതാണ് മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ എന്താ പറയാനുള്ളത്? ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന അഷ്ടമുടി കായലാണ്. കല്ലടയാർ പതിക്കുന്നത് ഈ അഷ്ടമുടി കായലിലാണ്. ഓക്കെ. ഇത്രയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ കുട്ടനാട്ടിലെ നമ്മുടെ വേമ്പനാട് കായൽ അല്ലെങ്കിൽ ആലപ്പുഴയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പുന്നമട കായൽ. അതുപോലെ നെഹ്റു ട്രോഫി അല്ലെ? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഈ പുന്നമട കായലിലാണ്. അതുപോലെ അഷ്ടമുടി കായലിൽ നടക്കുന്ന ഒരു കളി ഉണ്ടല്ലോ, ഒരു വള്ളംകളി ഉണ്ടല്ലോ, എന്താ അത്? പ്രസിഡന്റ്സ് ട്രോഫിയാണ്. ഓർത്ത് വെച്ചേക്കണേ, പ്രസിഡന്റ്സ് ട്രോഫി. ഓക്കെ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? അപ്പൊ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ക്വസ്റ്റ്യൻ ആണ്. മലബാർ ജില്ലാ കോൺഗ്രസ്. ഓക്കെ. ഫസ്റ്റ് സമ്മേളനം നടക്കുന്നത് നമുക്കറിയാം 1916. എവിടെ വെച്ചിട്ടാണ്? പാലക്കാട് വെച്ചിട്ട് അല്ലെ? പാലക്കാട് വെച്ചിട്ട് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു. അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസ് ഫസ്റ്റ് സമ്മേളനം 1916 പാലക്കാട് വെച്ചിട്ട് ആനി ബസന്റ് ആണ് അധ്യക്ഷത വഹിച്ചത്. രണ്ടാമത്തത് ഇതൊന്നാമത്തെയാണ്. രണ്ടാമത് തൊട്ടടുത്ത വർഷം 1917 എവിടെ വെച്ചിട്ടായിരുന്നു? രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് എവിടെ വെച്ചിട്ടായിരുന്നു? കോഴിക്കോട് വെച്ചിട്ടായിരുന്നു അല്ലെ? കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? പറയാവോ? CP രാമസ്വാമി അയ്യറാണ്. CP രാമസ്വാമി അയ്യർ. മൂന്നാമത് തൊട്ടടുത്ത വർഷം 1918 എവിടെ വെച്ചിട്ടാ? മൂന്നാമത്തെ സമ്മേളനം എവിടെ വെച്ചിട്ടാ? തലശ്ശേരിയിൽ അല്ലെ? തലശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു. തലശ്ശേരി. അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? അബ്ദുൾ ആസാദ് അലി ഖാൻ അല്ലെ? ആസാദ് അലി ഖാനാണ്. ആസാദ് അലി ഖാൻ. ഓക്കെ. നാലാമത്തത് 1919 അല്ലെ? 1919 വെച്ചിട്ടാണ് 4ാം കോൺഗ്രസ് സമ്മേളനം. വടകരയിൽ വെച്ചിട്ടാണ്. ആരായിരുന്നു അധ്യക്ഷത വഹിച്ചത്? KP രാമൻ മേനോൻ. ഇപ്പൊ നോക്കിക്കോളാം. മലബാർ ജില്ലാ കോൺഗ്രസ് ഫസ്റ്റ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണോ? ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ പാലക്കാട് വെച്ച് നടന്ന ഫസ്റ്റ് സെക്ഷൻ ചോദിക്കാറുണ്ട് എപ്പോഴും. 1916 പാലക്കാട് വെച്ചിട്ട് ആനി ബസന്റ് ആണ് നേതൃത്വം കൊടുത്തത്. ഈ 17 കോഴിക്കോട് വെച്ചിട്ടായിരുന്നു രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ്. CP രാമസ്വാമി അയ്യറാണ് അധ്യക്ഷത വഹിച്ചത്. ഇതിൽ മൂന്നാമത്തത് 1918 തലശ്ശേരിയിൽ വെച്ചിട്ട് ആസാദ് അലി ഖാനാണ് നേതൃത്വം കൊടുത്തത്. 1919 നാലാമത്തെ 1919 വടകര KP രാമൻ മേനോൻ. അപ്പൊ അഞ്ചാമത്തത് എവിടെയായിരുന്നു ഓർമ്മയുണ്ടാവും? അവസാനത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നത് 1920 എവിടെ വെച്ചിട്ടായിരുന്നു? മഞ്ചേരിയിൽ വെച്ചിട്ടായിരുന്നു. ആരായിരുന്നു അധ്യക്ഷൻ? കസ്തൂരി രംഗ അയ്യങ്കാർ.
അപ്പൊ ഇത്രയൊന്ന് ഓർത്ത് വെച്ചേക്കണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓരോ സംഭവങ്ങൾ പറയും, നിങ്ങളത് ഏത് വർഷമാണെന്ന് ഓർത്തെടുക്കുക കേട്ടോ. ബോസ്റ്റൺ ടീ പാർട്ടി, വർഷം 1773 ഡിസംബർ 16 അല്ലെ. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16 ഓക്കെ അല്ലെ. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ചുരുക്കി എഴുതുന്നുണ്ട്. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം അറിയാമോ? മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഏതാണ് ആൻസർ വരുന്നത്? 1776 1776 അമേരിക്കൻ കോണ്ടിനെന്റ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. പാരീസ് ഉടമ്പടി, പാരീസ് ഉടമ്പടി വർഷം 1783 അല്ലെ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുടെ വർഷം 1789. നമുക്കറിയാം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്? പറഞ്ഞേടാം. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന്റെ ഡേറ്റും ചോദിക്കാറുണ്ട്. ജൂൺ 20 അല്ലെ. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പാരീസ് ഉൾപ്പെടെ അതെ ഇമ്പോർട്ടന്റ്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചോദിച്ചതാണ്. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16, അമേരിക്കൻ കോണ്ടിനെന്റൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776, പാരീസ് ഉടമ്പടി 1783, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20 ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടല്ലോ, എഴുതി തയ്യാറാക്കിയ 2 വ്യക്തികളുണ്ട്. ആരൊക്കെയാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും പിന്നെ ആരായിരുന്നു? തോമസ് ജെഫേഴ്സണും അല്ലെ. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യമുണ്ട്, പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഈ പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അദ്ദേഹമാണ് ജെയിംസ് ഓട്ടിസ്. അപ്പൊ ഈ ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യം ഇല്ലാതെ നികുതി ഇല്ല എന്നൊരു മുദ്രാവാക്യം കൊണ്ടുവന്നതെന്ന്, അല്ലെങ്കിൽ അത് എന്താണ് രൂപപ്പെടുത്തിയതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയോ നിങ്ങൾക്ക്? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇപ്പൊ ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഒരു ഉടമ്പടിയായിരുന്നു ഏതെന്ന് പറയുന്നത്? പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പൊ തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യൻസ് കൊണ്ട് ഞാൻ നിർത്തുവാണേ. ഓക്കെ, അപ്പോൾ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും എന്താണ് ടെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, നെഗറ്റീവ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.